നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത് അറിയോ? കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. ലഞ്ച് ബോക്സിനൊക്കെ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇത് ആലു മസാല പൂരിയാണ്. അപ്പോൾ അതിന് നമുക്ക് ആവശ്യം ആദ്യം ഒരു ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് നല്ലപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും മല്ലിയിലയും ചേർത്ത് കൊടുക്കുക. പിന്നെ ചില്ലി ഫ്ലേക്സ് 1 ടീസ്പൂൺ, ജീരകം പൊടിച്ചത് 1/2 ടീസ്പൂൺ, അജ്വൈൻ ഓമം അതൊരു 1/4 ടീസ്പൂൺ, അയമോദകം എന്നൊക്കെ പറയും അതാണ്. പിന്നെ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്കതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 കപ്പ് ഗോതമ്പ് പൊടി, നമ്മൾ 200 ml കപ്പാണിത്. അതും ചേർത്തിട്ട് നമുക്ക് സൂചി റവ 1 ടേബിൾ സ്പൂൺ അതും ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ആദ്യം ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. 1 ടീസ്പൂൺ എണ്ണയും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. പിന്നെ നമുക്ക് അതിലേക്ക് ചേർക്കേണ്ടത് 1/2 ടീസ്പൂൺ പഞ്ചസാര. അപ്പോൾ ഇതും ചേർക്കുമ്പോൾ പൂരി നല്ലൊരു സ്വാദ് കിട്ടും. നമ്മൾ ഷുഗറും കൂടി ചേർക്കുമ്പോൾ നല്ല ക്രിസ്പായിട്ടും കിട്ടും. അതൊക്കെ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് നമുക്ക് പിന്നെ അതിലേക്ക് ചേർക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ തൈരാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ നനവ് തന്നെ ഉണ്ടാവും. നമുക്ക് അതുകൊണ്ട് വെള്ളം ഒട്ടും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല. ആവശ്യമായിട്ട് വന്നാൽ 1 ടേബിൾ സ്പൂണോ 1 ചെറിയ സ്പൂൺ വെള്ളമോ ചേർത്ത് കൊടുത്താൽ മതിയാകും. നിങ്ങളത് പാകത്തിനനുസരിച്ച്, നമുക്ക് പൂരിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ വേണം കുഴച്ചെടുക്കാനായിട്ട്. പാകത്തിനനുസരിച്ച് നോക്കിയിട്ട് വെള്ളം ചേർത്താൽ മതിയാകും. അപ്പോൾ ഇത് നമ്മൾ തൈര് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുത്തു ഞാൻ. അപ്പോൾ പിന്നെ കുറച്ച് വെള്ളം വേണ്ടി വന്നു. അപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടെ അതിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ. കൂടെ തന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കൊടുത്താൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് ലഞ്ച് ബോക്സിനൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. ഇതിന് സൈഡ് ഡിഷ് ഒന്നും തന്നെ ആവശ്യമില്ല. നല്ല രുചിയുള്ള ഒരു പൂരിയാണിത്. വേണമെങ്കിൽ നമുക്ക് സൈഡ് ഡിഷ് കൂട്ടിയും കഴിക്കാവുന്നതാണ്. അല്ലെങ്കിൽ അങ്ങനെ തന്നെ കഴിക്കാൻ നല്ല സ്വാദാണ്. അല്ലെങ്കിൽ തൈര് കൂട്ടിയും വേണമെങ്കിൽ കഴിക്കാവുന്നതാണ്. അപ്പോൾ മാവൊക്കെ നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്ത് കഴിഞ്ഞു. നമ്മൾ പൂരിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ കുറച്ചൊരു കട്ടിയായിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. ഒരുപാട് വെള്ളം കൂടിപ്പോയാൽ പിന്നെ ഒരുപാട് എണ്ണ കുടിക്കും. അപ്പോൾ പാകം പോലെ നോക്കിയിട്ട് നിങ്ങൾ അതിനനുസരിച്ച് ഇതുപോലെ കുഴച്ചെടുത്താൽ മതിയാകും. അപ്പോൾ ഇത് നല്ലപോലെ കുഴച്ചിട്ട് നമുക്കൊരു 20 മിനിറ്റ് അത് അടച്ച് വെച്ചിട്ട് മാറ്റി വയ്ക്കാം. പിന്നെ 20 മിനിറ്റിന് ശേഷം നമുക്കത് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുത്തിട്ട് ഇതുപോലെ ചെറിയ ഉരുളകളാക്കി എടുത്ത് നമുക്ക് ചെറിയ പൂരി സൈസ്, നമ്മൾ നോർമലായിട്ട് പൂരി ഉണ്ടാക്കുന്ന അതേ സൈസിൽ നമുക്കത് പരത്തിയെടുക്കണം. അതിനുശേഷം ചൂടായ എണ്ണയിൽ ഇട്ട് ഒന്ന് വറുത്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ നല്ല സ്വാദുള്ള ആലു പൂരി അല്ലെങ്കിൽ ആലു മസാല പൂരി റെഡിയാകും. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും അത് ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഇപ്പോൾ കുട്ടികൾ വൈകുന്നേരം സ്കൂളിൽ വിട്ട് വരുമ്പോൾ കൊടുക്കാനാണെങ്കിൽ പോലും നല്ലൊരു റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമ്മൾ എണ്ണയിലേക്ക് ചൂടായ എണ്ണയിലിട്ടിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ പൂരി നല്ലപോലെ ഒന്ന് പൊങ്ങി വരും. നല്ലപോലെ പൊങ്ങി വരുന്നത് കണ്ടില്ലേ? അപ്പോൾ നല്ല ഫ്ലഫി ആയിട്ടുള്ള പൂരി തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാ പൂരിയും ഇതുപോലെ നമുക്ക് പരത്തിയിട്ട് എണ്ണയിലിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പൂരി റെഡിയാകും. അത് ചൂടായിട്ട് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ലഞ്ച് ബോക്സിലും കൊടുക്കാവുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.